എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരളത്തിൽ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അനാട്ടമി എന്ന് പറയുന്നത്. ഒട്ടുമിക്ക കുട്ടികൾക്കും ഭയങ്കര ടഫാണ് അനാട്ടമി പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും എന്നോട് ചോദിച്ചിരുന്നു, അനാട്ടമി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ റൈറ്റിംഗ് എക്സാം ആൻസേഴ്സ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. ഓൾറെഡി ഞാൻ ഇതിനെപ്പറ്റി പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഓരോ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ആൻസേഴ്സ് എഴുതണം, അതുപോലെ തന്നെ പേപ്പർ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, എസ്സേക്ക് ആൻസർ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം അനാട്ടമി ആൻഡ് ഫിസിയോളജി രണ്ടും കമ്പൈൻ ചെയ്താണ് നമുക്ക് വരിക. ടോട്ടൽ 75 മാർക്കിലായിരിക്കും. അനാട്ടമി 37 മാർക്കിലും ഫിസിയോളജി 38 മാർക്കിലും. ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 3 അവേഴ്സാണ്. അതിൻ്റെ അകത്ത് അനാട്ടമി എക്സാമിന് 1 hour and 30 minute ആയിരിക്കും നമുക്ക് ടൈം വരിക. അപ്പോൾ നമ്മൾ ഇന്ന് അനാട്ടമി ആൻസേഴ്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആൻസർ പ്രസൻറ്റേഷൻ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നമ്മളതിൻ്റെ ആൻസർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എക്സാം ഹോളിൽ കയറി എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഫസ്റ്റ് ഒരു പ്രയറോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി നമുക്ക് ഒരു റീഡിങ് ടൈം ഉണ്ടായിരിക്കും. ആ സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ റീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റീഡിങ് ടൈം നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ വായിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ട്, അതിൻ്റെയൊക്കെ മാർക്ക്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എസ്സേ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മാർക്ക് എത്രയാണ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓരോ ക്വസ്റ്റ്യൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആൻസർ എഴുതുവാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് എത്ര മാർക്കാണ്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് എന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എങ്ങനെ എഴുതണം, നമ്മൾ ടൈം മാനേജ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് റീഡിങ് ടൈമിൽ നിങ്ങളിത് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് വായിക്കുക, വളരെ കെയർഫുള്ളായിട്ട് വായിക്കുക. റീഡിങ് ടൈം വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക് ചെക്ക് ചെയ്യുക. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ആൻസർ എഴുതുവാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങുമ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കിപ്പം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം. നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എഴുതി പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. പലവരുടെയും ഒരു പ്രശ്നമാണ്, സ്ലോ ആയിട്ട് എഴുതി നമുക്ക് സമയം തികയത്തില്ല. ലാസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ ഫാസ്റ്റായിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങുക. അറിയാവുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങിക്കൊള്ളുക. അതിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി തുടങ്ങുക. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിനെ മാർക്ക് ഇടാൻ തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നമ്മുടെ ആൻസർ ഷീറ്റ് കാണുവാനായിട്ട്. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് റീഡബിൾ ആയിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുമ്പോൾ അത് ടീച്ചറിന് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ കൂട്ടി അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്നവരുണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ അത് മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കുറച്ച് അകലമൊക്കെ പാലിച്ച് നല്ല രീതിയിൽ നമ്മൾ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് അത് നോക്കുന്നവർക്ക് വായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ആൻസർ എഴുതിയതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ ഒന്ന് വായിപ്പിച്ച് നോക്കുക. ഇത് വായിക്കാൻ റീഡബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ മാറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അനാട്ടമി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരഗ്രാഫായിട്ട് ഒരിക്കലും എഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പോയിന്റ് വൈസ് വേണം എഴുതാനായിട്ട്. കാരണം പാരഗ്രാഫൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊന്നും ഫുള്ള് വായിച്ച് നിൽക്കാൻ വേണ്ടി മിസ്സുമാർ നിൽക്കാറില്ല. അതുകൊണ്ട് പോയിന്റ് വൈസ് വേണം നിങ്ങൾ എഴുതാനായിട്ട്. നിങ്ങളുടെ പോയിന്റ് നോക്കി അവർ മാർക്കിട്ട് പോകും.
അതുപോലെ പോയിന്റ് വൈസ് എഴുതുമ്പോൾ സിമ്പിൾസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഓരോ ഹെഡിങ് വൈസ് വേണം എഴുതാനായിട്ട്. ഹെഡിങ് എല്ലാം അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഹെഡിങ്സ് സബ് ഹെഡിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഓരോ പോയിന്റ്സ് എഴുതുമ്പോൾ സിമ്പിൾസ് യൂസ് ചെയ്യണം. അതായത് ഒന്നെങ്കിൽ 1 2 3 അല്ലെങ്കിൽ സ്റ്റാർ ഡോട്ട് അങ്ങനെ എന്തെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്ത് വേണം നിങ്ങൾ പോയിന്റ്സ് എഴുതാനായിട്ട്. കൂട്ടി കൂട്ടി എഴുതി വെക്കരുത്, കാരണം അത് എല്ലാം ടീച്ചേഴ്സ് വായിച്ച് നോക്കാൻ വേണ്ടി നിൽക്കത്തില്ല. ചിലപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് റീഡബിളായിട്ട് നിങ്ങൾ എഴുതണം. സിമ്പിൾസ് യൂസ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ അനാട്ടമിയിലൊക്കെ ഒരുപാട് ഷോർട്ട് ഫോംസ് പഠിക്കുന്നുണ്ട്. ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, അങ്ങനെ ഒത്തിരി ഷോർട്ട് ഫോംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഷോർട്ട് ഫോംസ് ഒന്നും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതാൻ പാടില്ല. ഷോർട്ട് ഫോംസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. എല്ലാം ഫുൾ ഫോമിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഹെഡിങ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കണം. ഹെഡിങ്സ് സബ് ഹെഡിങ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓരോ പോയിൻറ്റ്സിൽ എഴുതുന്ന കാര്യങ്ങൾ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ടീച്ചേഴ്സ് നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ ആ കീവേഡ്സിലേക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലേക്ക് പെട്ടെന്ന് കണ്ണോടിക്കും. അപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കീവേഡ്സ് നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്കോർ കൂടുതൽ കിട്ടാനായിട്ട് ഉപകരിക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒറ്റ ആൻസർ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആൻസർ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾ ആൻസർ എഴുതിയിരിക്കണം. ബ്ലാങ്ക് ആയിട്ട് ഒരു പേപ്പർ പോലും നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഇടരുത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്കൊരു അറിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എഴുതി വെക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 1 മാർക്ക് അല്ലെങ്കിൽ ഹാഫ് മാർക്കൊക്കെ മതിയെങ്കിൽ ചില ടീച്ചേഴ്സ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1/2 മാർക്ക് കിട്ടി നിങ്ങളെ ആയി വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒന്നും എഴുതിയിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1/2 മാർക്ക് 1 മാർക്ക് ഇട്ട് തന്ന് ജയിപ്പിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്ത് കളയാതെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്യണം. നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ഹെഡിങ്സ് സബ് ഹെഡിങ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഓരോ പോയിൻറ്റ്സിനും സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ, നമ്പർ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. ഇത് ഫസ്റ്റ് എസ്സേ ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ എസ്സേയെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എങ്കിൽ പോലും നിങ്ങൾ അതിൽ തന്നെ അത് തന്നെ എഴുതിക്കൊണ്ടിരിക്കരുത്. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. ആ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 10 മാർക്കിൻ്റെ ആൻസർ എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോകണം. അതിൽ തന്നെ ഇങ്ങനെ നോക്കി അത് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അതിൽ തന്നെ നിങ്ങൾ എഴുതി സമയം വെറുതെ വേസ്റ്റാക്കി കളയരുത്. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അതുപോലെ തന്നെ നിങ്ങൾ പെൻ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള പെൻ യൂസ് ചെയ്യണം. ഓൾറെഡി നിങ്ങൾ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന അതേ പെൻ തന്നെ വേണം നിങ്ങൾ എക്സാമിന് പോകുമ്പോഴും യൂസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് പെൻ മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കുറയാം, ഹാൻഡ് റൈറ്റിംഗ് മോശമാകാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻ തന്നെ എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എക്സാമിൻ്റെ സമയത്ത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല സ്കോർ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പറയാം. ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. റീഡിങ് ടൈം നല്ല കെയർഫുള്ളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട്. നമ്മൾ തുടങ്ങുമ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് ആൻസേഴ്സ് എഴുതി പോകാൻ തുടങ്ങുക. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ആൻസർ എഴുതി പോവുക. ആദ്യത്തെ പേജിൽ തന്നെ അറിയത്തില്ലാതെ വെട്ടും കുത്തും ഒക്കെ വരുത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സിന് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ആദ്യത്തെ 2-3 പേജുകൾ പ്രസൻറ്റ് ചെയ്യുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആദ്യം ആൻസർ ചെയ്യുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ട് എഴുതണം. ബാക്കിയുള്ളവർക്ക് ടീച്ചേഴ്സിന് റീഡബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ പോയിന്റ് വൈസ് എഴുതുക. സിമ്പിൾസ് യൂസ് ചെയ്യുക. ഷോർട്ട് ഫോംസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഹെഡിങ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കീവേഡ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യണം.
ആൻസേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്, വെറുതെ പേപ്പർ ബ്ലാങ്ക് ആയിട്ട് ഇടരുത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് റീചെക്ക് ചെയ്യുക, നമ്പർ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യരുത്, പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. പെൻ പ്രോപ്പറായിട്ടുള്ള പെൻ യൂസ് ചെയ്യണം, നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നുണ്ട് പെൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അനാട്ടമിൻ്റെ എക്സാമിന് നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പോൾ തന്നെ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കെയർഫുള്ളി വായിച്ച് മനസ്സിലാക്കുക. ഡയഗ്രാംസ് മസ്റ്റാണ്, ഡയഗ്രാംസ് വരയ്ക്കണം, ലേബിൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പേപ്പർ പ്രസൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ എക്സാം എഴുതുക, പാസ്സാവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. ഇനി എന്തെങ്കിലും വീഡിയോസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്